ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ സെറ്റ് കൊമേഴ്സ് 2024 ജനുവരിയിൽ നടന്ന എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ദി സുപ്രീം അതോറിറ്റി ഓഫ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വിച്ച് അണ്ടർടേക്സ് ഓൾ മാറ്റേഴ്സ് അണ്ടർ എനി ഓഫ് ദി മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ വരുന്ന ഡിസിഷൻസ് എടുക്കുന്ന എല്ലാ മാറ്റേഴ്സിലും ഡിസിഷൻസ് എടുക്കുന്ന സുപ്രീം അതോറിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിലെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ദി ജനറൽ കൗൺസിൽ, ദി ഡയറക്ടർ ജനറൽ, ദി മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, ട്രേഡ് പോളിസി റിവ്യൂ. ഇതെല്ലാം WTOയുടെ കീഴിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സുപ്രീം അതോറിറ്റി അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ കീഴിലാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദി സുപ്രീം അതോറിറ്റി ഓഫ് WTO വിച്ച് അണ്ടർടേക്സ് ഓൾ മാറ്റേഴ്സ് അണ്ടർ എനി ഓഫ് ദി മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഈസ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. ഓക്കെ. ഡാഷ് ഇസ് എ ട്രെയിനിങ് സെന്റർ where real job conditions are created and trainers train the new employees with machines which is identical with the ones that employees will be using at their workplace. Employees റിയൽ ആയിട്ടും അവരുടെ വർക്ക് പ്ലേസിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു സിമുലേഷൻ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ ആ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടതെന്ന്. അവിടെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മെഷീൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റിയാണ് അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിനെ നമ്മൾ പറയുന്ന പേര് എന്ത്? നോക്കിക്കേ, ഇന്റേൺഷിപ്പ് ആണോ, വെസ്റ്റിബ്യൂൾ ആണോ, OJT എന്താണ്? പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ഫോം പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മൾ ഓർക്ക് എന്തോ വലിയ സംഭവമാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഓൺ ദി ജോബ് ട്രെയിനിങ്. റോൾ പ്ലേ. ഇന്റേൺഷിപ്പ് എന്ന് നമുക്കറിയാം അല്ലെ, നമ്മൾ പഠനത്തിനിടയ്ക്കൊക്കെ നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്. അവിടെ നമ്മൾ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുകയാണ്. അല്ലാതെ റിയൽ ആയിട്ട് അതുപോലെയുള്ള മെഷീൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫോക്കസ് അല്ല ഇന്റേൺഷിപ്പിൽ വരുന്നത്. പിന്നെ വെസ്റ്റിബ്യൂൾ ആണ് കറക്റ്റ് ആൻസർ. അതായത് നമ്മളൊരു സിമുലേഷൻ, അതായത് എങ്ങനെയാണ് അതുപോലെ തന്നെയുള്ള ഒരു റിയൽ വർക്കിംഗ് കണ്ടീഷൻ പോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഈ മെഷീൻസ് ഒക്കെ നമുക്ക് എക്യുപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെസ്റ്റിബ്യൂൾ. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്? നമ്മൾ ജോലിയിലിരിക്കെ തന്നെ നമ്മൾ ട്രെയിനിങ്, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്, പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ കമ്പനീസിലാണെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കിട്ടും. നമ്മൾ ജോലിയിലിരിക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ദി ജോബ് ട്രെയിനിങ്. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പർട്ടിക്കുലർ റോള് എടുത്തിട്ട് നമ്മളത് ചെയ്തു നോക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ ബയറും സെല്ലറും ഒക്കെ ആയിട്ട് നമ്മൾ റോൾ പ്ലേ ചെയ്യുന്നു. അപ്പം നമ്മൾ റോൾ പ്ലേ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പം നമ്മുടെ കൂടെ തന്നെയുള്ള കൊളീഗ്സ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ പല റോളാകും. ചിലർ കസ്റ്റമേഴ്സായിട്ട് റോൾ ചെയ്യും, ചിലർ ബയേഴ്സായിട്ട് റോൾ ചെയ്യും. അപ്പം നമ്മളെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് തരുന്നു, ഞാനത് എങ്ങനെ വിൽക്കണം, ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം. അപ്പം നമ്മൾ പല റോളുകൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് റിയൽ ആയിട്ട് ഇതെല്ലാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലാകുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് റോൾ പ്ലേ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് ഈസ് എ ട്രെയിനിങ് സെന്റർ. ഇതൊരു ട്രെയിനിങ് സെന്റർ ആണ്. അവിടെ റിയൽ ജോബ് കണ്ടീഷൻസ് ആർ ക്രിയേറ്റഡ് ആൻഡ് ട്രെയിനേഴ്സ് ട്രെയിൻ ദി ന്യൂ എംപ്ലോയീസ്. ട്രെയിനേഴ്സ് എന്ത് ചെയ്യുന്നു? പുതിയ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നു. എന്തിനെ ട്രെയിൻ ചെയ്യുന്നു? മെഷീൻസ് എങ്ങനെയാണ് റിയൽ ആയിട്ട് ഐഡന്റിക്കൽ വിത്ത് വൺസ് ദാറ്റ് എംപ്ലോയീസ് വിൽ ബി യൂസിങ് അറ്റ് ദെയർ വർക്ക് പ്ലേസ്. എംപ്ലോയീസ് അവരുടെ വർക്ക് പ്ലേസിൽ ഉപയോഗിക്കുന്ന മെഷീൻസുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള മെഷീൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്, അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന സെന്ററിന്റെ പേരാണ് vestibule. So the answer is vestibule. Next question. According to Maiden-Lerhouse, the term global means. Maiden-Lerhouse എന്ന് പറയുന്ന ഒരു ടർക്കിഷ് ബുക്കാണ്, ടർക്കിഷ് എൻസൈക്ലോപീഡിയ ആണ്. അതിനകത്ത് ഗ്ലോബൽ എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? The term global means integration, internalization, undertaken entirely, acceptance of set of rules. എന്താണ് undertaken entirely? അപ്പം അക്കോർഡിംഗ് ടു Maiden-Lerhouse, the term global means the correct answer is undertaken entirely. Global means undertaken entirely. മനസ്സിലായല്ലോ? Then next question.
എ കോർ ടൈം ഈസ് ഫിക്സ്ഡ് ബൈ എംപ്ലോയേഴ്സ്. എംപ്ലോയർ ഒരു കോർ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആസ് മാൻഡേറ്ററി, ഇത് മാൻഡേറ്ററി ആണ്. ആൻഡ് എനി അതർ ടൈം വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ഫിനിഷിംഗ് ദ ടാസ്ക് ക്യാൻ ബി ഫിക്സ്ഡ് ബൈ ദ എംപ്ലോയി അറ്റ് ഹിസ് ഓൺ ഡിസ്ക്രിഷൻ ഈസ്. അതായത് നമ്മുടെ എംപ്ലോയർ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കോർ ടൈം, ഒരു ഫിക്സ്ഡ് ടൈം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. അതായത് ഫ്ലെക്സിബിൾ ആണ് ആ ടൈം. അതായത് റിജിഡ് അല്ല, നിങ്ങൾ ഇത്ര സമയത്ത് ജോലി തുടങ്ങി ഇത്ര സമയത്ത് തന്നെ തീർക്കണം, അങ്ങനെയല്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ടൈം മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ എന്താണ് നമ്മൾ പറയുന്നത്? ജോബ് ഷെയറിംഗ് ആണോ? ജോബ് ഷെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? 2 or more എംപ്ലോയീസ് ഒരു പർട്ടിക്കുലർ ജോബിനെ ഷെയർ ചെയ്തിട്ട് ആ ജോലി ചെയ്യുന്നു. അതാണോ ഇത്? അല്ല, അതിനെ പറ്റിയല്ല പറയുന്നത്. പാർട്ട് ടൈം വർക്കിംഗ്, നമുക്കറിയാം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അല്ലാതെ ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതാണോ ഈ പറഞ്ഞിരിക്കുന്നത്? അല്ല. ഹോം ടെലി വർക്കിംഗ്. ഹോം ടെലി വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിയൽ ആയിട്ട് ഓഫീസിൽ നേരെ പോയി ജോലി ചെയ്യുകയല്ല, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ഓഫീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതാണ് ഹോം ടെലി വർക്കിംഗ്. ഫ്ലെക്സി ടൈം. ഫ്ലെക്സി ടൈം എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട്. ടൈം എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? റിജിഡ് അല്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ ഇതിന്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എംപ്ലോയർ ഓൾറെഡി ഒരു കോർ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എംപ്ലോയീസിന് എന്ത് ചെയ്യാം? കുറച്ചൊക്കെ ടൈം മാറ്റാം. ടൈം ഫ്ലെക്സിബിൾ ആണ്. മനസ്സിലായോ? എംപ്ലോയി ക്യാൻ ബി ഫിക്സ്ഡ് ബൈ ദി എംപ്ലോയി അറ്റ് ഹിസ് ഓൺ ഡിസ്ക്രിഷൻ. അയാളുടെ ഡിസ്ക്രിഷൻ, അയാളുടെ താല്പര്യത്തിൽ അയാൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സി ടൈം. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് അപ്പോർഷൻഡ് ഓൺ ദി ബേസിസ് ഓഫ്. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്? ഓരോന്ന് എന്താന്ന് നോക്കാം നമുക്ക്. ഡയറക്റ്റ് ലേബർ അവേഴ്സ്. ഡയറക്റ്റ് ലേബർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സമയം ജോലി ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെ? അതിന് വേണ്ടിയിട്ട് വർക്കേഴ്സ് എടുത്ത സമയം, അതാണ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട്, മാനുഫാക്ചർ ചെയ്യുവാനായിട്ട് ഇൻക്വയറി ചെയ്ത് എല്ലാ ടൈപ്പ് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിൽ വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, അങ്ങനെ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യാൻ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് അതെല്ലാം അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ പ്രൊഡ്യൂസിങ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാൻ നമുക്ക് ഇൻക്വയറി ചെയ്ത കോസ്റ്റ് ആണ് എന്ത്? മാർജിനൽ കോസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് കൺവേർഷൻ കോസ്റ്റ്. പേരിൽ തന്നെ ഉണ്ട്, കൺവേർട്ട് ചെയ്യുക. ഒരു മെറ്റീരിയൽ, ഒരു റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് എടുക്കുന്ന കോസ്റ്റ് ആണ് എന്ത്? കൺവേർഷൻ കോസ്റ്റ്. അതിൽ ഡയറക്റ്റ് ലേബറും മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിന്റെ ബേസിസിലാണ്. കോസ്റ്റ് ഏത് കോസ്റ്റാണ്? മാർജിനൽ കോസ്റ്റിന്റെ ബേസിസിലാണ്. അതായത് ഒരു അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രമാത്രം കോസ്റ്റ് ഇൻക്വയർ ആയി, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ. എസ്റ്റിമേറ്റ് ഫാക്ടറി കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫാക്ടറി കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ₹60,000. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? 60,000. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 40,000 ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് 40% ഓഫ് ദി ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ഈസ് ഈക്വൽസ് ടു പ്രൈം കോസ്റ്റ്. അതെത്രയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് 60,000 പ്ലസ് ഡയറക്റ്റ് ലേബർ എത്രയാണ്? 40,000. അതാണ് എന്ത്? നമ്മുടെ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽസ് ടു 1 lakh. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ആണ് എന്ത്?
ഫാക്ടറി കോസ്റ്റ്. അപ്പൊ ഇത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാ? 40% ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. 60,000ന്റെ 40%. എത്രയാണ് 60,000ന്റെ 40%? ഈക്വൽസ് ടു 24,000. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽസ് ടു പ്രൈം കോസ്റ്റ് എത്രയാണ്? 1 lakh പ്ലസ് ഫാക്ടറി ഓവർഹെഡ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു 24,000. അപ്പൊ എത്രയാണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്? 1 lakh plus 20,000, 1,24,000. So the answer is option A. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 60,000 ആണ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 40,000 ആണ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ചെയ്തപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി 1 lakh. പിന്നെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 60,000ന്റെ, അതായത് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ 40% ആണ്. ദാറ്റ് ഈസ് 24,000. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്സ്. 1 lakh plus 24,000 ഈസ് ഈക്വൽസ് ടു 1,24,000. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നമ്മുടെ സെറ്റ് എക്സാമിന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. ആരും ഈ അവസരം മിസ്സാക്കരുത്. 13th May 2024 മെയ് 13 7 മണി തൊട്ട് 24 മണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് ആ സമയത്ത് നമുക്ക് ഒരു മോഡൽ എക്സാം നടത്തും. ആ മോഡൽ എക്സാമിൽ 50% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്ന ആൾക്ക്, ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന് എന്താണ് 60 days ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. വളരെ നല്ലൊരു സുവർണ അവസരമാണിത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 60 days ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ 50% ഓഫർ, സെക്കൻഡ് ആൻഡ് തേർഡ് റാങ്ക് കിട്ടുന്ന വ്യക്തിക്ക് എന്താണ് 50% ഓഫറിലും നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സ് പഠിക്കാം. ആരും ഈ അവസരം മിസ്സാക്കരുത്. നമുക്കറിയാം ഒരുപാട് എന്താ പറയുക വിന്നേഴ്സ് ഉള്ള ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഒരുപാട് ആൾക്കാർ സെറ്റ് എഴുതി നല്ല രീതിയിൽ പാസ്സാകുന്ന 250 മേലെ ആൾക്കാർ പാസ്സാകുന്ന ഒരു നമ്മുടെ ഒരു കോച്ചിങ് സെന്റർ ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ആരും ഈ ഒരു അവസരം മിസ്സാക്കരുത്. 7th question. Dividend is used in a situation in which the company does not have sufficient funds to pay dividend in cash. എന്ത് തരം ഡിവിഡൻഡ് ആണ്? കമ്പനിയുടെ കയ്യിൽ ഡിവിഡൻഡ് കൊടുക്കാൻ കാശില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കമ്പനി എന്ത് തരത്തിലുള്ള ഡിവിഡൻഡ് കൊടുത്താണ് അത് മീറ്റ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷൻ മീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് ആണോ? അല്ല, കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുത്താൽ മതി. പ്രോപ്പർട്ടി ആണോ? അല്ല. സ്ക്രിപ്പ്, സ്റ്റോക്ക്. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് സ്ക്രിപ്പാണ്. കാരണം സ്ക്രിപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടും. സ്ക്രിപ്പ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ആ ഡിവിഡൻഡ് തരാം എന്നുള്ള രീതിയിൽ ഉള്ളൊരു നെഗോഷിയേറ്റഡ് ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ത് സ്ക്രിപ്പ് എന്ന് പറയുന്നത്. സോ സ്ക്രിപ്പ് dividend is used in a situation in which the company does not have sufficient funds to pay dividend in cash. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അതിൻ്റെ പേരാണെന്ത്? സ്ക്രിപ്പ്. കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു കോസ്റ്റ് യൂണിറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ബെനിഫിറ്റ്സ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ് ഈസ് കോൾഡ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് ഹിന്റ് ഉണ്ട്. എന്ത്? ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ്. ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ്, കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു കോസ്റ്റ് യൂണിറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ബെനിഫിറ്റ്സ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ബെനിഫിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഏത് കോസ്റ്റിങ്ങിൻ്റെ കീഴിലാണ് വരുന്നത്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണോ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണോ? മാർജിനൽ കോസ്റ്റ് ആണോ? കൺവേർഷൻ കോസ്റ്റ് ആണോ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. കാരണം എന്താണ്? ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ്, കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു കോസ്റ്റ് യൂണിറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ്സ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് റിസീവ് ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? ആക്ടിവിറ്റി ബേസ്ഡ്
കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് വരുന്നുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻക്വയർ ചെയ്ത കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോ മെറ്റീരിയൽ, ഒരു പർട്ടിക്കുലർ ഫോമിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയലിനെ നമ്മൾ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഒരു റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റാണ് എന്ത്? കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഇത് കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങും ഓരോ ടൈപ്പ് കോസ്റ്റും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ സാധിക്കൂ. അടുത്തത്, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് അക്കോർഡിംഗ് ടു വോൾട്ടേഴ്സ് മോഡൽ ഫോർ ഡിവിഡൻഡ് പോളിസി. വോൾട്ടേഴ്സ് മോഡൽ ഫോർ ഡിവിഡൻഡ് പോളിസി അദ്ദേഹത്തിൻ്റെ അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്താണ് വോൾട്ടേഴ്സ് മോഡൽ ഫോർ ഡിവിഡൻഡ് പോളിസി എന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ അസംഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ട്രൂ ഓർ ഫോൾസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി അസംഷൻസ് ആണ് എന്ത്? ദ ഫേമിനൊരു ലോങ് ലൈഫ് ഉണ്ടെന്നാണ് അസംഷൻ പറയുന്നത്. ഏർണിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമൈനിങ് ദി വാല്യൂ. ഏർണിംഗും ഡിവിഡൻഡും കോൺസ്റ്റന്റ് ആണെന്നുള്ളത് മറ്റൊരു, ചേഞ്ച് ചെയ്യുന്നില്ല. വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഏർണിംഗും ഡിവിഡൻഡും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആർ കോൺസ്റ്റന്റ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണെന്നുള്ളതും ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ദ ഫേം ആർ ഫിനാൻസ്ഡ് ത്രൂ റീറ്റേൺ ഏർണിംഗ്സ് ഓൺലി. റീറ്റെയിൻഡ് ഏർണിംഗ്സിലൂടെ മാത്രമാണ് ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നതെന്ന് പറയുന്നതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതെല്ലാം എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓൺ ദി ബേസിസ് ഓഫ് വോൾട്ടേഴ്സ് മോഡൽ ഫോർ ഡിവിഡൻഡ് പോളിസി. The bonds issued with the right to reinvest the income into the bonds with the same terms and conditions of the host bond is called dash bond. നമ്മളൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. നമുക്ക് ആ ബോണ്ടിൽ നിന്ന് എന്ത് കിട്ടി? ഇൻകം കിട്ടി. ഒരു ബോണ്ടിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടി. ആ ഇൻകം നമ്മൾ പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെ? ആ ഓൾറെഡി ഉള്ള ഹോസ്റ്റ് ബോണ്ടിൻ്റെ, ആ മെയിൻ ബോണ്ടിൻ്റെ, അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ആ ഹോസ്റ്റ് ബോണ്ടിൻ്റെ അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ടൈപ്പ് ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ബോണ്ടും എന്താണെന്ന് നോക്കാം. ജങ്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലോ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള, സാധാരണ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ടുകളെക്കാളും ലോ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിന് റിസ്ക് വളരെ കൂടുതലായിരിക്കും. റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടാൻ, നല്ല ഹയർ റിട്ടേൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെ, പൊട്ടൻഷ്യൽ ഉണ്ട്. അതോടൊപ്പം തന്നെ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ ലോസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഓർത്തിരിക്കുക, ജങ്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് റേറ്റിംഗ് കുറവുള്ള, സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ടുകളെക്കാളും ക്രെഡിറ്റ് റേറ്റിംഗ് കുറവുള്ള ബോണ്ടുകളായിരിക്കും. ഇത്തരത്തിലുള്ള ബോണ്ടിന് നല്ല രീതിയിലുള്ള റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ നല്ല റിട്ടേൺ തരാനുള്ള പൊട്ടൻഷ്യലും ഉണ്ട്, ലോസ് ആവാനുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. അങ്ങനത്തെയുള്ള ബോണ്ടുകളെയാണ് നമ്മൾ ജങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനി ബോറോ ചെയ്തോ ഒക്കെ നമ്മൾ ഒരു ഇത്ര എമൗണ്ട് ഓഫ് മണി നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ഡെറ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് പാർട്ടീസുമായിട്ട് മാത്രമേ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് പബ്ലിക്കായിട്ട് നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. അത് ആണ് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ബോണ്ട് എന്ന് പറയുന്നത്. ബണ്ണി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നതാണ് ബണ്ണിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ബോണ്ടിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഇൻകം ലഭിക്കുന്നുണ്ട്. ആ ഇൻകത്തെ നമ്മൾ ആ ഹോസ്റ്റ് ബോണ്ടിന്റെ അതേ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബണ്ണി എന്ന് പറയുന്നത്. ഓക്കെ. ഗുഡ്സ് ബോട്ട് ഫ്രീക്വന്റ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ദ കസ്റ്റമേഴ്സ് വിതിൻ മിനിമം ഷോപ്പിംഗ് എഫേർട്സ് ആർ കോൾഡ് ഡാഷ് ഗുഡ്സ്. ഗുഡ്സ് ബോട്ട് ഫ്രീക്വന്റ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഫ്രീക്വന്റ് ആയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടും പെട്ടെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന തരത്തിലുള്ള ഗുഡ്സ്.
ബൈ ദ കസ്റ്റമേഴ്സ് വിത്ത് മിനിമം ഷോപ്പിംഗ് എഫേർട്സ്. ഇവിടെ നമ്മുടെ ഷോപ്പിംഗ് എഫേർട്സ് മിനിമം ആണ്. എന്താണ് ഷോപ്പിംഗ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി എഫേർട്ട് ഉണ്ട്, നമ്മുടെ ടൈം, നമ്മുടെ മണി, നമ്മുടെ എനർജി, അങ്ങനെ ഒന്നും നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് ഷോപ്പിംഗ് എഫേർട്ട് ഇടാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്തുകയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ ഗുഡ്സ് ആണോ, ഷോപ്പിംഗ് ഗുഡ്സ് ആണോ, കൺവീനിയൻറ്റ് ഗുഡ്സ് ആണോ, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആണോ? എന്താണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മൾ ഡെയിലി കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രത്യേകത എന്താ? ഒരുപാട് തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, പല ബ്രാൻഡിലുള്ള കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അവിടെ വരുന്നുണ്ട്, നമ്മൾ ഏത് വാങ്ങണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് അവിടെ വരുന്നുണ്ട്. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാലോ, നമ്മൾ വല്ലപ്പോഴും പോയി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന തരത്തിലുള്ള ഗുഡ്സ് ആണ് ഷോപ്പിംഗ് ഗുഡ്സ്. ഡെയിലി കൺസംഷന് വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ ഇമ്മീഡിയറ്റ് കൺസംഷനോ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗുഡ്സ് അല്ല ഷോപ്പിംഗ് ഗുഡ്സ്. കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാലോ, കൺവീനിയൻറ്റ് ഗുഡ്സ്, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൺവീനിയൻറ്റ് ഗുഡ്സ് ആണ്. ആ വാക്കിൽ തന്നെ ഉണ്ട് കൺവീനിയൻറ്റ്. എന്താണ് പറയുന്നത്? നമ്മൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു, നമ്മുടെ കൺവീനിയൻസിൽ നമ്മൾ വാങ്ങിക്കുന്നു, അങ്ങനെ തന്നെ നമ്മൾ ഓർത്തിരുന്നാൽ മതി അല്ലേ. ഷോപ്പിംഗ് എഫേർട്സ് എന്ന് പറയുന്ന വളരെ മിനിമം ആണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് കൺവീനിയൻറ്റ് ഗുഡ്സ്. സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സ്പെഷ്യൽ ഗുഡ്സ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാൻഡുകൾ, ഞാൻ ഇന്ന ബ്രാൻഡ് ഉപയോഗിക്കത്തുള്ളൂ, ചില വാച്ചുകളാവാം, ചില പെർഫ്യൂംസ് ആവാം, അങ്ങനെ സ്പെഷ്യൽ ബ്രാൻഡുകൾ ഉള്ള ചില സ്പെഷ്യൽ ഗുഡ്സ്, അങ്ങനെയുള്ള ഗുഡ്സ് ആണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ, ഇതും അല്ല എന്ന് സാധാരണ നമുക്ക് തോന്നും. നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള രണ്ടെന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ് ആണോ കൺവീനിയൻറ്റ് ഗുഡ്സ് ആണ്. അപ്പോൾ ഓർക്കുക, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ്. പക്ഷെ അവിടെ ഒരുപാട് തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, ഏത് ചോയ്സ്, ഞാൻ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് അപ്പോൾ അവിടെ നമുക്കൊരു എഫേർട്ട് വരുന്നുണ്ട്. അപ്പം അതല്ല, നമ്മൾ ഈസി ആയിട്ട് വാങ്ങിക്കുന്നതിന് കറക്റ്റായിട്ട് ആ വാക്കിൽ തന്നെ ഉണ്ട് കൺവീനിയൻറ്റ് ഗുഡ്സ്. അടുത്തത്, ദി ആർട്ട് ഓഫ് ഡിസൈനിങ് ദി കമ്പനീസ് ഓഫറിംഗ് ആൻഡ് ഇമേജ് to occupy a distinctive place in the target market's mind. The art of designing the company's offering and image to occupy a distinct place in the target market's mind. Target market's mind എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമേഴ്സ്. ടാർഗറ്റ് മാർക്കറ്റ്സ് മൈൻഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ആണ്, നമ്മളാണല്ലോ. കമ്പനിയുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. അവിടെ ആർട്ട് ഓഫ് ഡിസൈനിങ് ദി കമ്പനീസ് ഓഫറിംഗ്, എന്ത് തരത്തിലുള്ള ഓഫറിംഗ് ആണ് കമ്പനി കൊടുക്കേണ്ടത്, എത്തരത്തിലുള്ളൊരു ഇമേജ് ആണ് നമ്മുടെ ഈ പർട്ടിക്കുലർ കമ്പനി കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇമേജ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡിസൈനിങ് ദി കമ്പനീസ് ഓഫറിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുക അത് ബ്രാൻഡ് പൊസിഷനിങ് ആണ്. അപ്പോൾ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ, നമ്മുടെ ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ എത്തരത്തിലുള്ള ഇമേജ് ആണ് എൻ്റെ പർട്ടിക്കുലർ ബ്രാൻഡ്, എൻ്റെ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, എൻ്റെ കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് ബ്രാൻഡ് പൊസിഷനിങ്. വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് പൊസിഷനിങ്? മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ മാർക്കറ്റിൽ, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉള്ള മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള പൊസിഷനാണ് എൻ്റെ കമ്പനിക്ക് വേണ്ടത്. മാർക്കറ്റിൽ കമ്പയറിംഗ് ടു കോമ്പറ്റീറ്റേഴ്സ് എന്ത് പൊസിഷനാണ് വേണ്ടത്, അതാണ് മാർക്കറ്റ് പൊസിഷനിങ്. മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ മാർക്കറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക, ഇന്ന മാർക്കറ്റിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അതിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. പലതരത്തിലുള്ള സെഗ്മെന്റുകളുണ്ട് അല്ലേ. ഇപ്പോൾ ജോഗ്രഫിക്കൽ സെഗ്മെന്റേഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ സെഗ്മെന്റേഷൻ ഉണ്ട്, ഡെമോഗ്രഫിക് സെഗ്മെന്റേഷൻ ഉണ്ട്. അങ്ങനെ പല ബേസിസിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സെഗ്മെന്റുകളാക്കുന്നതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ളൊരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബ്രാൻഡ് പൊസിഷനിങ്, മാർക്കറ്റ് പൊസിഷനിങ്ങുമാണ്. അപ്പം ശ്രദ്ധിക്കുക, കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് അത്തരത്തിലുള്ള ആർട്ട് ഓഫ് ഡിസൈനിങ് കമ്പനീസ് ഓഫറിങ് അങ്ങനെ എങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കുകയും അവരുടെ ഓഫറിങ്സ് അതിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുകയും അതൊക്കെ പറയുന്നത് എന്താണ്? ബ്രാൻഡ് പൊസിഷനിങ് ആണ്, മാർക്കറ്റ് പൊസിഷനിങ് അല്ല. ഓക്കെ. ഇൻ ഡിമാൻഡ് ഓർ ബയർ ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ച്, ദി പ്രൈസ് ഈസ് ഫിക്സ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഡിമാൻഡ് ആൻഡ് ഡാഷ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിമാൻഡ് അല്ലെങ്കിൽ ബയർ ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ച് ആണ്.
ഡിമാൻഡ്, ബയറിന്റെ മാർക്കറ്റിലുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ബയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രൈസിങ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് ഡാഷ്. ഡിമാൻഡും എന്തിൻ്റെയും ബേസിസിലാണെന്നാണ് ക്വസ്റ്റ്യൻ. പെർസീവ്ഡ് വാല്യൂ ആണോ, മാർക്കറ്റ് വാല്യൂ ആണോ, പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആണോ, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണോ? പെർസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കസ്റ്റമേഴ്സ് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എത്ര രൂപ കൊടുക്കാൻ അവർ തയ്യാറാണ്, അതാണ് പെർസീവ്ഡ് വാല്യൂ. പെർസെപ്ഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഫ്രം ദ പെർസെപ്ഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എത്ര രൂപ കൊടുക്കാൻ തയ്യാറായിരിക്കും എന്ന് കമ്പനി മനസ്സിലാക്കുകയും അതിനെ ബേസ് ചെയ്തിട്ട് ആ പ്രൈസിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് ഓർ ബയർ ബേസ്ഡ് പ്രൈസിങ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡും എന്താണ്? പെർസീവ്ഡ് വാല്യൂ. കസ്റ്റമേഴ്സ് എത്ര രൂപ കൊടുത്ത് അത് വാങ്ങിക്കും എന്ന് കമ്പനി മനസ്സിലാക്കി പ്രൈസിങ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് പെർസീവ്ഡ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിലുള്ള അതിൻ്റെ വില, അല്ലെ? പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൈസിങ് ചെയ്യുക. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, എത്ര കോസ്റ്റ് ഉണ്ടായി അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ഇട്ടിട്ട് നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പം ഇതല്ല, ഇത് ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് അല്ലെങ്കിൽ ബയർ ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ച് ആണ്. അവിടെ ബയറിന്റെ ഡിമാൻഡും ബയർ എത്ര കൊടുക്കുമായിരിക്കും എന്ന് കമ്പനി മനസ്സിലാക്കിക്കൊണ്ട് പ്രൈസിങ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർസീവ്ഡ് വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും സെറ്റ് എക്സാം നേടാനുള്ളൊരു 90 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് ഈ 90 ദിവസവും യൂസ് ചെയ്തുകൊണ്ട് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്കും പഠിച്ച് നമുക്ക് ഒരുമിച്ച് സെറ്റ് ക്രാക്ക് ചെയ്യാം. സെറ്റ് എന്ന് പറയുന്നത് അത്ര ആർക്കും വിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാം. പക്ഷെ അതിന് നല്ല രീതിയിലുള്ള ഒരു ടൈം ടേബിളും നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസും നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് 1, 2, 3 ചിലർ കുറെ പ്രാവശ്യം എഴുതിയിട്ടും സെറ്റ് കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവരുടെ പഠന രീതികളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണും, സ്ട്രാറ്റജീസിൽ പ്രശ്നം കാണും. ഒരുപക്ഷെ അവർക്ക് സബ്ജക്ട് നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്കും ഈ 90 ദിവസം കൊണ്ട് സെറ്റ് ക്രാക്ക് ചെയ്യാനുള്ള വളരെ നല്ലൊരു അവസരമാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക, വർക്ക് ചെയ്യുക. എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.